ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ന കേവൽ ബൽക്കി എന്ന പദം വെച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാം. ന കേവൽ ബൽക്കി, ഇതിൻ്റെ അർത്ഥം കേവലം മാത്രമല്ല. ന കേവൽ ബൽക്കി. നമുക്ക് വാക്യം നോക്കാം. നെഹ്റു न केवल एक राजनेता थे बल्कि एक महान लेखक भी थे. എന്താ അതിൻ്റെ അർത്ഥം? നെഹ്റു കേവലം ഒരു നേതാവ് മാത്രമല്ല, ഒരു മഹാന ലേഖകൻ, എഴുത്തുകാരൻ കൂടി ആയിരുന്നു. അപ്പോൾ അത് പ്രയോഗിക്കുന്ന രീതി മനസ്സിലായതാ. ആദ്യം നെഹ്റു ന കേവൽ ഏക് രാജനേതാ ഥേ, ഒരു നേതാവായിരുന്നു, മറിച്ച് ബൽക്കി ഏക് മഹാൻ ലേഖക് ഭി ഥേ, മാത്രമല്ല ഒരു ലേഖകൻ കൂടിയായിരുന്നു. ഇനി അടുത്തത് നമുക്ക് ശ്രദ്ധിക്കാം. ടാഗോർ ന കേവൽ കവി थे बल्कि दार्शनिक और चित्रकार भी थे. എന്താ അതിൻ്റെ അർത്ഥം? ടാഗോർ കേവലം ഒരു കവി മാത്രമായിരുന്നില്ല, ഒരു തത്വചിന്തകൻ, അതുപോലെ ഒരു ചിത്രകാരൻ കൂടി ആയിരുന്നു. ചിത്രകാരനും തത്വചിന്തകനും കൂടിയായിരുന്നു ആര്? ടാഗോർ. അദ്ദേഹം ഒരു കവി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. പക്ഷേങ്കിൽ അത് മാത്രമല്ല എന്നുള്ള അർത്ഥം വരുന്നു. ഇനി നമുക്ക് അതേ അർത്ഥം വരുന്നതാണ് ഹി നഹി ബൽക്കി. അതും ഇതേ അർത്ഥം തന്നെയാണ് വരുന്നത്. അതായത് മറ്റേത് ന കേവൽ ബൽക്കി എന്ന് പറയുമ്പോൾ കേവലം മാത്രമല്ല. ഇത് ഹി നഹി. ഇവിടെ എന്താ വരുന്നത്? അതെ, അത് മാത്രമല്ല എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. നോക്കാം. രവീന്ദ്രനാഥ ടാഗോർ മഹാൻ കവി ഹി നഹി ബൽക്കി മഹാൻ ചിത്രകാർ ഭി थे. അതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രവീന്ദ്രനാഥ് ടാഗോർ ഒരു പ്രസിദ്ധനായ കവി മാത്രമായിരുന്നില്ല, ഒരു മഹാൻ ചിത്രകാരൻ, അല്ലേ, അതിപ്രശസ്തനായ ചിത്രകാരൻ കൂടിയായിരുന്നു എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് അത് പ്രയോഗിക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വാക്യത്തിൽ പ്രയോഗിക്കാനാണ് അധികം വരിക. ഇനി അടുത്തത് അനിത ഹോഷിയാർ ഹി നഹി ബൽക്കി മെഹനത്തി ഭി थे. ഹോഷിയാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുശാഗ്ര ബുദ്ധിയുള്ള, അല്ലേ. അപ്പോൾ അനിത കുശാഗ്ര ബുദ്ധിക്കാരി മാത്രമായിരുന്നില്ല, കഠിനാധ്വാനി കൂടിയായിരുന്നു, അല്ലേ. എന്താ മെഹനത്തി എന്ന് പറഞ്ഞാൽ? മെഹനത്തി, കഠിനാധ്വാനി. ബൽക്കി മെഹനത്തി ഭി ഹെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. शिक्षा का उद्देश्य ज्ञान प्राप्त करना ही नहीं बल्कि अच्छा नागरिक बनाना भी है. വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം തന്നെ അറിവ് സമ്പാദിക്കാൻ മാത്രമല്ല, പിന്നെയോ നല്ല ഒരു പൗരൻ കൂടി ആവുക എന്നതാണ്, അല്ലേ. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നാഗരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൗരൻ, അല്ലേ. ഒരു നല്ല പൗരനാക്കി വളരുക, ആക്കി എടുക്കുക എന്നുള്ള ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഇനി നമുക്ക് അതേപോലെ മറ്റൊരു പ്രയോഗമാണ് നെഹി ബൽക്കി. അതും അർത്ഥം അത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രയോഗിക്കാൻ നോക്കുക. നമുക്ക് ശ്രദ്ധിക്കാം. हम अरविंद को कवि नहीं बल्कि एक योगी मानता है. അപ്പം നമ്മൾ എന്താ അരവിന്ദിനെ, അല്ലേ, സ്വാമി അരവിന്ദിനെ അറിയാലോ, കവി മാത്രമായിട്ടല്ല അംഗീകരിക്കുന്നത്, മറിച്ചോ ഒരു യോഗിയായിട്ടും നമ്മൾ അറിയപ്പെടുന്നു, അല്ലേ, അറിയപ്പെടുന്നു. ഇനി
നമുക്ക് മറ്റൊരു സെൻറ്റൻസ് നോക്കാം. मैं कबीरदास को संत नहीं बल्कि महान समाज सुधारक मानता हूँ. കബീർദാസിനെ അറിയാം അല്ലേ? കബീർദാസിനെ ആരാ? കബീർദാസ് മഹാകവിയല്ലേ? അപ്പം കബീർദാസിനെ നമ്മൾ സന്യാസിയെ മാത്രമായിട്ടല്ല കാണുന്നത്, പിന്നെയോ അതിനേക്കാളുപരി മറിച്ച് ഒരു മഹാൻ സമാജ സുധാരക്. എന്താ സമാജ സുധാരക് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പരിഷ്കർത്താവായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ ഇത് വാക്യത്തിൽ പ്രയോഗിക്കാനാണ് അധികം വരിക. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക, അതെങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കുന്നത്, എവിടെയൊക്കെയാണ് എഴുതുന്നതെന്നും മനസ്സിലാക്കുക. അപ്പം ഇനിയും ഇതുപോലെയുള്ള ധാരാളം വാക്യങ്ങളുടെ ഒന്നും കൂടി പറഞ്ഞ് നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അപ്പം ഈ ന കേവൽ ബൽക്കി, ഹി നഹീം ബൽക്കി, നഹീം ബൽക്കി ഇതെല്ലാം അർത്ഥം കൊണ്ട് ഒന്ന് തന്നെയാണ്, പക്ഷേ പ്രയോഗിക്കുന്ന രീതിയും നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ